ഇന്നത്തെ തിരുവചനങ്ങൾ നമുക്ക് നൽകുന്ന വളരെ ശക്തമായ ഒരു സന്ദേശം. പാപം എന്നാൽ എന്താണ്? പാപം തെറ്റായ രീതിയിൽ സ്നേഹിക്കുന്നതാണ്. Sin is a disordering of love. തെറ്റായ രീതിയിലുള്ള സ്നേഹം. ദൈവത്തിന് കൊടുക്കേണ്ട ഒന്നാം സ്ഥാനം കൊടുക്കാതെ മറ്റു വസ്തുക്കൾക്കോ വ്യക്തിബന്ധങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്കോ നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ പാപം നമ്മുടെ ഉള്ളിൽ ജനിക്കുകയാണ്. പാപത്തിൻ്റെ ഉത്ഭവം അവിടെയാണ്. തെറ്റായ രീതിയിലുള്ള സ്നേഹം. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നത്തെ ആദ്യ വായനയിൽ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയിൽ നമ്മൾ ശ്രവിച്ചത്. ആഹാബ് എന്ന രാജാവ്, ഒരു രാജ്യം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, സ്വാധീനമുണ്ടായിരുന്നു, അധികാരമുണ്ടായിരുന്നു. എന്നാൽ ആഹാബിൻ്റെ മനസ്സിൽ, അവൻ്റെ ഹൃദയത്തിൽ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടിയുള്ള അതിയായ ആഗ്രഹം. നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. നാബോത്തിനെ ഇല്ലാതാക്കിയും ആ മുന്തിരിത്തോട്ടം സ്വന്തമാക്കണം. ഇവിടെ ബൈബിൾ നമുക്ക് നല്ല ഒരു സന്ദേശം നൽകുകയാണ്. നമ്മളുടെയൊക്കെ ദുഃഖത്തിൻ്റെ കാരണം നമുക്ക് ഇല്ലാഞ്ഞിട്ടല്ല, മറ്റുള്ളവർക്കുള്ളത് നമുക്കില്ലാത്തതാണ് പലരുടെയും ദുഃഖം. മറ്റുള്ളവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, അവരുടെ വീട്, അവരുടെ ജോലി, അവരുടെ സമ്പത്ത്, അവരുടെ കാറ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന എല്ലാ നന്മകളെയും കാണുമ്പോൾ, അവരുമായി നമ്മളെ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ അസൂയയും അസംതൃപ്തിയും കടന്നു വരുന്നു. പലരുടെയും സന്തോഷം ഇന്ന് ചോർത്തിക്കളയുന്നത് ഈ താരതമ്യപ്പെടുത്തലാണ്. മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ അസൂയപ്പെടുക. ഇതുതന്നെയാണ് ആഹാബിനും സംഭവിച്ചത്. ആഹാബും യെസബേലും രാജാവും രാജ്ഞിയും ചേർന്ന് നാബോത്തിനെ ഇല്ലാതാക്കുകയാണ്. നാബോത്ത് തൻ്റെ പിതാക്കന്മാർ അവന് കൊടുത്ത അവകാശത്തിൽ ഉറച്ചു നിന്നു, അത് വിട്ടുകൊടുക്കുവാൻ തയ്യാറായില്ല. അവൻ സത്യത്തിൽ ഉറച്ചു നിന്നു, പക്ഷേ അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഈ കഥയുടെ ഏറ്റവും അവസാന ഭാഗം നമ്മൾ കാണുന്നത് ഇതാ, അഹാബിൻ്റെ പക്കലേക്ക് ദൈവം ഒരു പ്രവാചകനെ അയക്കുകയാണ്, ഒരു ദൂതനെ അയക്കുകയാണ്. ഏലിയ പ്രവാചകനെ അയച്ചു. ഏലിയ പ്രവാചകൻ ആഹാബിൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ തെറ്റ് അവനെ ചൂണ്ടിക്കാണിച്ചു. അവൻ്റെ തെറ്റ് മനസ്സിലായപ്പോൾ ആഹാബ് അനുതപിക്കുവാൻ തുടങ്ങി. ആഹാബ് സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അവൻ എളിമപ്പെട്ടു, അവൻ ഉപവസിച്ചു, അവൻ പ്രാർത്ഥിച്ചു. ഇവിടെ വേറൊരു സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ദൈവം ചില വ്യക്തികളിലൂടെ, ചില ദൂതന്മാരിലൂടെ, വചനത്തിലൂടെ, സഭയിലൂടെ നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു തരും. നമ്മളെക്കുറിച്ചുള്ള സത്യം എന്താണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവം അത് ചൂണ്ടിക്കാണിച്ചു തരുന്നത്, നിങ്ങളുടെയും എൻ്റെയും പാപങ്ങളൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത് നമ്മളെ കുറ്റബോധത്തിലേക്ക് തള്ളിയിടുവാനല്ല, നമ്മളെ വേദനിപ്പിക്കുവാനല്ല, നമ്മളെ ആരെയും അപമാനിക്കുവാനല്ല, ലജ്ജിപ്പിക്കുവാനല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരും അനുതപിച്ച് മാനസാന്തരപ്പെട്ട് തിരികെ വരുവാൻ വേണ്ടിയിട്ടാണ്. ആഹാബ് തിരികെ വന്നതുപോലെ നമ്മളും മാനസാന്തരത്തിലൂടെ, എളിമപ്പെടുത്തലിലൂടെ, കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ്, നമ്മളെക്കുറിച്ചുള്ള സത്യം കുമ്പസാരത്തിലൂടെ ഏറ്റുപറഞ്ഞ് മാനസാന്തര അനുഭവത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ കരുണയുടെ വാതിൽ നമുക്കായി തുറന്നു കിട്ടും. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. നമ്മളാരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മളാരും കുറ്റബോധത്തിൽ, ലജ്ജയിൽ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ സ്നേഹം തരുകയാണ്. അതാണ് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്.
എല്ലാവരുടെയും മേൽ, ദുഷ്ടന്മാരുടെയും ശിഷ്ടന്മാരുടെയും മേൽ ദൈവം തൻ്റെ പിതാവായ ദൈവം സ്നേഹം അയക്കുന്നു. ഈശോ നമ്മളോട് പറയുന്നത്, ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പറയാൻ എളുപ്പമാണ്, കേൾക്കാൻ എളുപ്പമാണ്, പക്ഷെ ജീവിക്കാൻ വളരെ വളരെ പ്രയാസമാണ്. ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നത്, നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് പ്രതികാരം ചെയ്യണം. നിന്നെ ആരെങ്കിലും മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവനോട് അതേ രീതിയിൽ തന്നെ പകരം ചോദിക്കണം. ഒന്നും വിട്ടുകൊടുക്കരുത്. കറക്റ്റ് കണക്ക് ചോദിച്ച് കണക്ക് കൊടുത്ത് മുന്നോട്ട് പോകണം. ഇതാണ് നമ്മുടെ ചിന്തകൾ പറയുക. എന്നാൽ സുവിശേഷം പറയുന്നു, നമ്മൾ ക്ഷമിക്കുമ്പോൾ, നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മളാണ് കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുക, നമ്മുടെ ശത്രുക്കളല്ല. നമ്മൾ സ്നേഹിക്കുമ്പോൾ, ക്ഷമിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്കാണ് ദൈവസ്നേഹം ഒഴുകി വരുന്നത്. ഇതാണ് സുവിശേഷം നമുക്ക് നൽകുന്ന സന്തോഷം. പലപ്പോഴും നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ, അയൽവക്കങ്ങളുമായിട്ടൊക്കെ ബന്ധത്തിലൊക്കെ പലപ്പോഴും മുറിവുകളും സങ്കടങ്ങളും വേദനകളും പ്രതികാര മനോഭാവമൊക്കെ ഉണ്ടാകും നമുക്ക്. എന്നാൽ വചനം നമ്മളോട് പറയുകയാണ്, പ്രതികാരമല്ല സ്നേഹമാണ് സുവിശേഷം. പ്രതികാരമല്ല സ്നേഹമാണ് ദൈവം നമുക്ക് നൽകുന്ന വഴി. ഈ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് ഈ ദിവ്യബലിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.